നമസ്കാരം. ഇറാനും US-ഉം തമ്മിൽ മരണക്കളി. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബിടും. ആണവ പദ്ധതി ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ഇറാൻ ഭരണകൂടത്തെ പുറത്താക്കാൻ 2 ഘട്ട ആക്രമണങ്ങളാണ് US പ്ലാൻ ചെയ്യുന്നത്. ആണവ ചർച്ച പരാജയപ്പെട്ടാൽ അടുത്ത ദിവസങ്ങളിൽ ഇറാനിലെ നിശ്ചിത കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ്. നിശ്ചിത കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആണവ കേന്ദ്രങ്ങൾ. ഈ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ് പ്രാരംഭഘട്ടം എന്ന് പറയുന്നത്. റവല്യൂഷണറി ഗാർഡ് ആസ്ഥാനം, ആണവ നിലയങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി കേന്ദ്രങ്ങൾ എന്നിവയാണ് ആക്രമിക്കുക. അപ്പൊ ഇതിനുശേഷം ഇറാൻ വഴങ്ങുന്നില്ല എങ്കിൽ ഭരണമാറ്റം ലക്ഷ്യമിട്ട് ഈ വർഷ അവസാനത്തോടെ ശക്തമായിട്ടുള്ള സൈനിക ആക്രമണം നടത്തുകയാണ് 2ാം ഘട്ടം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ നടന്ന ഉന്നതതല യോഗത്തിൽ ട്രംപ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വലിയൊരു പ്ലാൻ ചർച്ച ചെയ്തു. വൈസ് പ്രസിഡന്റ് JD വാൻസ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ എന്നിവരുമൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. മാത്രമല്ല, ഇതിന്റെ പ്രത്യാഘാതം എന്ന് പറയപ്പെടുന്നത് സൈനികമായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും ഇതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ വലിയ ചർച്ചയാക്കി മാറ്റുകയും ചെയ്തു. അപകട സാധ്യതകളെക്കുറിച്ചും സങ്കീർണതകളെക്കുറിച്ചും കൂടുതൽ വ്യക്തത വേണമെന്നാണ് വൈസ് പ്രസിഡന്റ് JD വാൻസ് ആവശ്യപ്പെടുന്നത്. കാരണം ഇത് ഏതൊക്കെ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇത് ഏതൊക്കെ തരത്തിൽ അമേരിക്കയ്ക്ക് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നതടക്കം കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു വ്യക്തത വരുത്തണം എന്നുള്ളതാണ് വൈസ് പ്രസിഡന്റ് ഭാഗം ആവശ്യപ്പെടുന്നത്. ഇനി ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങളെയും മിസൈൽ കേന്ദ്രങ്ങളെയും തകർക്കാൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ടീമുകളെ വളരെ കൃത്യമായിട്ട് നേരിട്ടിറക്കി മിന്നലാക്രമണം നടത്തുമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ ഇവരുടെ പരിഗണനയിലുണ്ട്. അമേരിക്കൻ ബോംബുകൾക്ക് തകർക്കാൻ കഴിയാത്ത വിധം ഭൂമിക്കടിയിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രങ്ങൾ തകർക്കുവാൻ കമാൻഡോകളെ ഇറക്കാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇത് പ്രായോഗികമല്ലെന്ന് യോഗത്തിൽ തന്നെ അഭിപ്രായം ഉയർന്നപ്പോൾ ദീർഘമായിട്ടൊരു യുദ്ധം നാവികസേന അല്ലെങ്കിൽ നാവികസേനയുമായിട്ട് ബന്ധപ്പെട്ടോ കപ്പലുകൾക്കും ഒപ്പം തന്നെ പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും വലിയ ഭാരമാകുമെന്ന് സൈനിക ഉദ്യോഗസ്ഥർ തന്നെ സൂചന നൽകുന്നുണ്ട്. ഇറാൻ അവിടെ യുദ്ധ സാഹചര്യം നേരിടുന്നതിന് വേണ്ടി പ്രസിഡന്റ് പെസഷ്കിനുമായിട്ട് ചേർന്ന് നോക്കുകുത്തിയാക്കിക്കൊണ്ട് പുതിയ നേതാവിനെ ഇറക്കി കളിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സുപ്രീം കോടതി ഈ സെക്യൂരിറ്റി നാഷണൽ കൗൺസിൽ മേധാവി ലാറി ജാനിക്കാണ് ഇതിന്റെ നിർണായകമായിട്ടുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ജനുവരി 1 67-കാരനായ ലാറി ജാനിയെ ആയത്തുള്ള അലി ഖമേനി ഈ ചുമതല ഏൽപ്പിച്ചത്. കഴിഞ്ഞ മാസം പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിന് നേതൃത്വം നൽകിയ ലാറി ജാനിയാണ് ഇത്തരത്തിലുള്ള ഇപ്പോഴത്തെ തലതൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. റഷ്യയെ പോലുള്ള ശക്തരായിട്ടുള്ള സഖ്യകക്ഷികൾക്കും ഖത്തർ, ഒമാൻ തുടങ്ങിയിട്ടുള്ള പ്രാദേശിക ശക്തികളുമായിട്ടൊക്കെ ബന്ധം നിലനിർത്തുന്ന അദ്ദേഹമാണ്. അപ്പോൾ ആണവ ചർച്ചകളുടെ മേൽനോട്ടവും ലാറി ജാനിക്കാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, യുദ്ധമുണ്ടായാൽ ഇറാനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതടക്കം ലാറി ജാനിയാണ്. അപ്പോൾ ആയത്തുള്ള അലി ഖമേനിയുടെ പ്രഥമ ശിഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്ക് ലാറി ജാനി ഉയരപ്പെടുകയാണ്. ആയത്തുള്ള ഖമേനി ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വത്തിന് നേരെയുള്ള വധശ്രമങ്ങൾ നേരിടുന്നതിന് ലാറി ജാനി പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. ഖമേനി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടാൽ രാജ്യം ആര് ഭരിക്കും എന്നതിനെ കുറിച്ച് ഇറാൻ ആലോചിക്കുന്നുണ്ട്. 4 നിരകളുള്ള നേതൃത്വത്തെയാണ് ഖമേനി നിശ്ചയിച്ചിരിക്കുന്നത്. താൻ കൊല്ലപ്പെട്ടാൽ തീരുമാനമെടുക്കാൻ വിശ്വസ്തരുടെ ഒരു ചെറിയ സംഘത്തെ അടക്കം ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിനിടയെ 3 പിൻഗാമികളെയാണ് ഖമേനി ഇതുപോലെ നാമനിർദ്ദേശം ചെയ്തത്. ഇവരുടെയൊക്കെ പേരുകൾ പരസ്യപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമാണ്. യുദ്ധമുണ്ടായാൽ പോലീസിന്റെ പ്രത്യേക വിഭാഗങ്ങളെയും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഈ ബാസിജ് സായുധ സേനയും തെരുവുകളിൽ വിന്യസിക്കുവാനുള്ള തീരുമാനത്തിലേക്കും എത്തുകയാണ്. അപ്പോൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാഖുമായിട്ടുള്ള പടിഞ്ഞാറൻ അതിർത്തിയിലും അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിടുന്നതിനായിട്ട് പേർഷ്യൻ ഗൾഫിന്റെ തെക്കൻ തീരങ്ങളിലും ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ വിന്യസിക്കുകയാണ്. മിസൈൽ പരീക്ഷണങ്ങൾക്കായിട്ട് കഴിഞ്ഞ ആഴ്ച പലതവണ ഇറാൻ വ്യോമപാത അടച്ചു. ആഗോള കപ്പൽ ഗതാഗതത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള ഹോർമൂസ് കടലെടുക്ക് താൽക്കാലികമായി അടച്ച ഇറാൻ റഷ്യയെ ഒത്തുകൊണ്ട് സൈനികാഭ്യാസം നടത്തുന്ന കാഴ്ചയും കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ കരാർ അംഗീകരിക്കപ്പെട്ടാൽ തങ്ങൾ ഇപ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണം തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇറാൻ ഭരണകൂടത്തിന് ജനതയോട് പറയാനുള്ളത്. ഇറാന്റെ ആയുധ നിർമ്മാണ ശേഷിയുള്ള എല്ലാ കേന്ദ്രങ്ങളും, ഏതൊക്കെ കേന്ദ്രങ്ങളിൽ ആയുധ നിർമ്മാണം നടക്കുന്നുണ്ടോ ആ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിച്ചതായിട്ട് ട്രംപിന് അവകാശപ്പെടാം. പക്ഷേ ജനീവയിൽ നടക്കാനിരിക്കുന്ന അടുത്ത ദിവസങ്ങൾ നടക്കാനിരിക്കുന്ന ആണവ തുടർച്ചർച്ച പരാജയപ്പെട്ടാൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ, അതായത് അമേരിക്കയ്ക്ക് പറയാനുള്ള നിർദ്ദേശങ്ങൾ അത് മുന്നോട്ട് വെക്കപ്പെടും. അതുമാത്രമല്ല, അമേരിക്കയും ഇറാനും താത്വികമായിട്ട് ഇത് അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. പക്ഷേ ഇല്ല എങ്കിൽ കോടിക്കണക്കിന് ഡോളർ ചിലവാക്കി കെട്ടിപ്പടുത്ത തങ്ങളുടെ ആണവ പദ്ധതിയെ ചികിത്സാ ആവശ്യങ്ങൾക്കായി മാത്രമുള്ളതായി ചുരുക്കുവാൻ ഇറാൻ തയ്യാറാകുമോ എന്നതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യക്തതയില്ലാത്തത്. അതുപോലെ ട്രംപ് ഈ ഇളവ് അനുവദിക്കുമോ എന്നതും അവ്യക്തമാണ്. പക്ഷേ ഇത്തരമൊരു നിർദ്ദേശം നയതന്ത്ര പരിഹാരം എന്ന നിലയ്ക്ക് ഇരു രാജ്യങ്ങൾക്കും മുന്നിലുണ്ട് എന്നത് വസ്തുതയാണ്, ഒരു വാസ്തവമാണ്. എല്ലാ കണ്ണുകളിലും
പ്രസിഡന്റ് ട്രംപിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇറാൻ ആണവ പദ്ധതി പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചില്ല എങ്കിൽ യുദ്ധം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് ആവർത്തിക്കുന്നതും സൈനിക നീക്കങ്ങൾ നടത്തി എത്രയും പെട്ടെന്ന് ഇറാനെ കുരുക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ്. മറുഭാഗത്ത് ഇറാനും യുദ്ധസജ്ജരാണ്. അവർക്കും യുദ്ധം ചെയ്യുന്നതിൽ ഒരു താല്പര്യക്കുറവുമില്ല. ബലഹീനതകൾ പരിഹരിച്ച് വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പഴുതുകളെല്ലാം അടച്ച് ഒരു യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇറാൻ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇറാനും US തമ്മിൽ ഒരു മരണക്കളിയിലേക്ക് പോവുകയാണ്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബിട്ടുകൊണ്ടായിരിക്കും യുദ്ധത്തിന് തുടക്കം കുറിക്കുക എന്നുള്ളതാണ്.